ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നൊരു സൺഡേ ആണ്. ഞാനും ഹംദിയും മാത്രമേ വീട്ടിലുള്ളൂ. ഉമ്മ ഇല്ല കേട്ടാ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടിയെല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. ഇന്ന് വലിയ കാര്യമായിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കില്ല. അപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഫോണെല്ലാം കണ്ട് കുറേ നേരം ഇൻസ്റ്റയിലും യൂട്യൂബും അതെല്ലാം ഓപ്പൺ ആക്കി ഇങ്ങനെ അങ്ങ് സമയം ചെലവഴിക്കുകയും ചെയ്യാം. അതിലും നല്ല ഇങ്ങനെ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം അങ്ങനെ അങ്ങ് പോയിക്കോളും. ഞാനിപ്പോൾ ഉച്ചക്കേക്ക് പരിപ്പ് കറിയും നെയ്ച്ചോറുമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, സിമ്പിളായിട്ട് ആക്കാമെന്ന് വിചാരിച്ച്. ഞാനും ഹംദിയും മാത്രമേ ഉള്ളൂ. ഞാനൊരു 12 മണി കഴിഞ്ഞിട്ടാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അധികവും കിച്ചണിൽ കയറാത്തതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം എവിടെയാണ് ഉള്ളത് എന്നെല്ലാം തപ്പിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് സമയമാവും. എനിക്ക് ഈ കറിയൊക്കെ വെക്കുമ്പോൾ ചട്ടിയിൽ വെക്കാനായിരുന്നു കേട്ടോ കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അങ്ങനെ ചട്ടി തപ്പി നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല. നല്ലപോലെ പരതി നോക്കി കേട്ടോ. അവസാനം ഗ്യാസിൻ്റെ ഇടക്കായിട്ട് ഇങ്ങനെ കണ്ട് ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ. നോക്കുമ്പോൾ അവിടെയാണ് ചട്ടിയൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊന്നും ഉമ്മാക്കല്ലാണ്ട് വേറെ ഒരാൾക്കും കാണാൻ പറ്റൂല. ചില സമയത്ത് ഉമ്മാക്ക് തന്നെ ഇത് അറിയില്ല എവിടെ ഉണ്ടാകുക എന്നുള്ളത്. അങ്ങനെ അതിന് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടേനു. അങ്ങനെ ഞാൻ കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറി എങ്ങനെയാണെന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയില്ലേ. പിന്നെ എനിക്കൊരു ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് കറിക്കും നെയ്ച്ചോറിനും പിന്നെ തൈരാക്കാനും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു. അങ്ങനെ പിന്നെ ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ കറിയിൽ തന്നെ കുറച്ചധികം ഇട്ടുപോയി കേട്ടാ. എനിക്ക് ഓർമ്മയില്ലേനു. പിന്നെ ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഏതോ ഒരു ചിന്തയിൽ അങ്ങനെ അങ്ങ് ഇട്ട് പോയിട്ടുണ്ട്. പിന്നെ മുഴുന്ന് കുറച്ച് എടുത്തിട്ടുണ്ടേനു കേട്ടോ. അങ്ങനെ ഞാൻ കറി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് നെയ്ച്ചോറും കൂടി ആക്കാന്നുള്ള രീതിയിൽ അങ്ങനെ 2 സ്റ്റൗവിലായിട്ട് വെച്ചിട്ടുണ്ട്. പണ്ടെല്ലാണെങ്കിൽ എനിക്ക് നെയ്ച്ചോറ് വെക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഒന്നാമത് അത് വെള്ളത്തിൻ്റെ അളവും അതെല്ലാം മാറിപ്പോകുമെന്നുള്ള ഒരു പേടിയും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കളറൊരു വ്യത്യാസം പോലെ, എന്താ പറയുക, വൈറ്റ് അല്ല, ഒരു എന്തോ ഒരു കളറ്, ചെറിയൊരു മാറ്റം, നല്ല വൈറ്റ് ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഉള്ളി അടുക്കി പിടിച്ചിട്ട് അങ്ങനെ ആയിരിക്കും. ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനും ഹംദി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ഒരു ഗ്ലാസ് അരി എടുക്കാമെന്നു വിചാരിച്ചു. ഞാൻ ഈ ഗ്ലാസിൻ്റെ അളവ് എടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ പരിപ്പ് കറിയില്ലേ ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ ഒറോട്ടി ഇതിൻ്റെ എല്ലാം കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പ് കറിയും ചോറെല്ലാം ആകുമ്പോൾ തേരും അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. പിന്നെ ഞാൻ തൈര് കൊടുക്കുന്നുണ്ട്. എനിക്ക് തൈരും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പാക്കറ്റ് തൈരില്ലേ, പുളിപ്പ് കൂടുതലുള്ള അത് ഇഷ്ടമല്ല കേട്ടോ. കട്ട തൈര് തന്നെയാണ് ഞാൻ അധികം എടുക്കൽ. അങ്ങനെ അതിൽ കുറച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ കുക്കുംബറും കൂടി ഇടലുണ്ട്. പക്ഷെ ഹംദക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം എനിക്ക് മാത്രമായതുകൊണ്ട് അത് പകുതി എടുത്ത് ബാക്കി അവിടെ വെച്ച് അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലങ്ങ് ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ ചോറും കറിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറിയല്ല, ചോറ് മാത്രം. കറി എനിക്ക് എപ്പോഴും പരിപ്പ് എടുക്കുമ്പോൾ ഇല്ലേ മാറിപ്പോവും കേട്ടോ. വലിയ പരിപ്പും അങ്ങനെ 3 വിധമില്ലേ, അതെല്ലാം ഞാൻ വലിയ പരിപ്പ് എടുക്കുക. വേവ് കൂടുതലുള്ള ആ ഒരു പരിപ്പ്, അതെന്താ പറയാന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇന്നും അതുപോലെ തന്നെ ആ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെ വന്നാലും കറങ്ങി തിരിഞ്ഞ് ആ ഒരു പരിപ്പ് എൻ്റെ കയ്യിലെത്തുക. അങ്ങനെ ഞാൻ
ചട്ടിയിൽ വെച്ചിട്ട് ഒന്നും റെഡി ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ശരിയാവില്ല, കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട്. ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. അങ്ങനെ കുക്കറിലിട്ട് ഒരു 5-6 വിസിൽ വന്നേരം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ഒരു പരിപ്പ് കറി അല്ലാത്തതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് തേരിലും കറിയിലും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കറിയെല്ലാം ആയി കിട്ടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെയില്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ കഴിക്കല. ഞാനും ഹംദയും, എനിക്കും ഹംദക്കും കൂടിയിട്ടാണ് കേട്ടോ ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അച്ചാർ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മുക്കാ ഭാഗവും ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചിന്. ചില സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് പ്ലേറ്റിലിട്ടിട്ട് അങ്ങനെയും കഴിക്കും. അതത്ര നല്ലതല്ലാന്നറിയാം, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പും പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു റെഡ് കളർ അച്ചാറില്ലേ, മുളക്, അതിനേക്കാളും എനിക്ക് ഇഷ്ടം ഇതാണ് കേട്ടോ. അതാണെങ്കിൽ അങ്ങനെ കഴിക്കൂല. ഇതായോണ്ടാണ് ഇനി ഉണ്ടാക്കൂല കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് അധികം നല്ലതല്ലാത്തതുകൊണ്ട് ഞാനിനി ഉണ്ടാക്കൂല. ആക്കിയാൽ എന്തായാലും കഴിച്ചു പോവും. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഇതിപ്പോൾ ഒരു വൈകുന്നേരമാണ് കേട്ടോ. ഞാൻ കുറച്ച് ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചില്ല, ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് കുതിർത്ത് വെക്കലാണ്, പക്ഷേ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നു കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ചെറുങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് പോരുന്നുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിങ്ങനെ കിട്ടുന്നുണ്ട്. കുതിർത്ത് വെച്ചാണെങ്കിൽ, തലേന്നേ വെച്ചാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ജ്യൂസ് അടിക്കാനാണ് കേട്ടോ. നട്ട്സ് എല്ലാം ഇട്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ അത് അവിടെ വെച്ചടുത്ത് തന്നെ ഉണ്ടാവും, ആരും എടുത്ത് കഴിക്കൂല. ഇങ്ങനെ ഷേക്ക് എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ ഞങ്ങളും കുടിക്കും, ഹംദിയും കുടിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ഡ്രിങ്ക്. പിന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഓക്കെയാണ്. പിന്നെ ഞാൻ ഇതിൽ ഷുഗറും ആഡ് ചെയ്യൂല കേട്ടോ. ഞാൻ ഇതിൽ ഈത്തപ്പഴവും പിസ്തയും ബദാമും അത്തിപ്പഴം അതും കൂടിയിട്ട് എല്ലാം കൂടി ഒന്നിച്ച് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിന്നെ അതിൽ പാലും കൂടി, കട്ടപ്പാലാണ് കേട്ടോ ഇടുന്നത്, പാലും കൂടി ഇട്ടിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതടിച്ചിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല തണുപ്പോടെ കൂടി കുടിക്കണം കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ പോപ്കോൺ ഉണ്ടാക്കുന്നതാണ്. ഇത് മിക്സ്ഡ് പോപ്കോൺ ആണ് കേട്ടോ. എല്ലാം മിക്സ് ആയിട്ട് വരുന്ന ഇതിൽ നമ്മൾ ഒന്നും ആഡ് ചെയ്യും. ഹംദക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോപ്കോൺ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയരോ ഓർമ്മയോട് എടുത്തതാണ്. പക്ഷേ ഇത് വാങ്ങാനല്ല ഞാൻ പോയത്, നോർമൽ പാക്കറ്റില്ലേ അത് വാങ്ങാനാണ് പോയത്. പക്ഷെ അത് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ 1-2 ഷോപ്പിൽ പോയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഏതായാലും ഇതെന്നെ എടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തതാണ്. ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം പൊട്ടുന്ന സൗണ്ട് വരൂലേ, അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇതിങ്ങനെ പൊട്ടിയിട്ട് പുറത്തേക്ക് തെറിക്കുമോ എന്നുള്ളൊരു ബേജാറുണ്ടാവില്ലേ, അതാണ്. അങ്ങനെ എല്ലാം പൊട്ടിക്കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഹംദ ചോറ് കഴിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങാറില്ല, എങ്ങനെയല്ലോ കിടത്തി ഉറക്കിയതാണ് കേട്ടോ. സ്കൂളിൽ ലീവുള്ള വെറുതെ ടിവിയും ഫോണൊന്നും കണ്ടിരിക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഇതുണ്ടാക്കി കഴിയുന്ന ആ ഒരു ടൈമിൽ തന്നെ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചൂടോടെ കൂടി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു മസാലൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, സ്പൈസി അല്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ ഞാൻ നേരത്തെ അടിച്ച് വെച്ച ആ ഒരു ഷെയ്ക്കും എടുത്തിട്ടുണ്ട്. നല്ല ഐസ് കട്ടിയായിട്ടുണ്ടെന് കേട്ടോ. നല്ല തണുപ്പോട് കൂടി വന്നിട്ടുണ്ട്. എനിക്ക് ഷെയ്ക്കെല്ലാം കുടിക്കുമ്പോൾ നല്ല തിക്കായിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ അങ്ങനെ വേണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുന്നു. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കിയതാണ് കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ അളവ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഞാൻ ഹംദൻ്റെ യൂണിഫോം അയൺ ചെയ്ത് വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് ഞാൻ പതിവില്ല രാത്രി ചെയ്ത് വെക്കൽ. ഇന്നെന്താണെന്നറിയില്ല, എനിക്കങ്ങനെ തോന്നി ചെയ്ത് വെക്കാമെന്ന്. ഇവർക്ക് 3 ജോഡി യൂണിഫോം ഉണ്ടാവും. അപ്പോൾ 3 ദിവസത്തേക്കുള്ളത് ഇപ്പോൾ അയൺ ചെയ്ത് വെച്ചാൽ രാവിലെ എണീറ്റ് വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ആകുമ്പോൾ ഭയങ്കര ഒട്ടും സമയമില്ലാത്ത പോലെ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു ഏൺ ചെയ്യുന്ന ആ ഒരു ടൈമും കൂടി ലാഭിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് തലേന്ന് അയൺ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ക്ലാസ് കഴിയാറായി എന്നേരമാണ് എനിക്ക് ഈ ബുദ്ധി വന്നിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചോണ്ട് എനിക്ക് രാവിലെ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് ടൈം കൂടുതൽ കിട്ടിയ പോലെ ഉണ്ട്. പിന്നെ കറണ്ടെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നല്ല ഇടങ്ങാറായി പോവല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണമെന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക, പുതിയ വ്യൂവേഴ്സാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.